ഹലോ കുട്ടികളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനുമാണ്. സാധാരണ നമുക്ക് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് നമുക്കറിയാം. 5 + 3 = എത്ര? 8. അതുപോലെ 5 - 3 നമുക്കറിയാം 2 ആണ് അല്ലേ. ഇനി നമ്മൾ 3 - 5 ആണെങ്കിലോ 5ൽ നിന്ന് 3 കുറയ്ക്കാൻ എളുപ്പമാണ്. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കാം. ഇവിടെ വലുതും ചെറുതും എങ്ങനെയാണ് 3ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റൂ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ്. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക. അപ്പോൾ 5 ആണ് ഇവിടെ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ഇവിടെ 5ൻ്റെ സൈനാണ്. 5ൻ്റെ സൈൻ ഇവിടെ ഏതാണ്? മൈനസ് ആണ് അല്ലേ. ഒരു നമ്പർ വെറുതെയാണ് ഉള്ളതെങ്കിൽ അതിന് ചിഹ്നം എന്താണ്? സൈൻ എന്താണ്? പോസിറ്റീവാണ്. ഇപ്പോൾ 5ൻ്റെ എല്ലാ നമ്പറിൻ്റെയും സൈൻ നോക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ 5ൻ്റെ സൈൻ എന്ന് പറയുന്നത് 5ൻ്റെ ലെഫ്റ്റിലുള്ള മൈനസ് ആണ്. അപ്പോൾ 3യുടെ ലെഫ്റ്റിൽ ഒന്നും ഇല്ല എന്ന് വെച്ചാൽ പോസിറ്റീവാണ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 5ൽ നിന്ന് 3 കുറച്ചതിന് ശേഷം മൈനസ് കൊടുക്കുക. മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇപ്പോൾ 10 - 8 ആണെങ്കിൽ എന്താ? 2 ആണ്. ദെൻ 8 - 10 ആണെങ്കിലോ 10ൽ നിന്ന് 8 കുറയ്ക്കുക 2. എന്നിട്ട് 10ൻ്റെ സിമ്പൽ 10ൻ്റെ സൈൻ ഏതാണോ? മൈനസ്, അത് കൊടുക്കുക. ഇനി നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എങ്ങനെ വരുമ്പോഴാണെന്നോ? -5 + 3 = എത്രയാ? -5 + 3. അപ്പോൾ ഇവിടെ നോക്കൂ, രണ്ടിൻ്റെയും ചിഹ്നം നോക്കൂ, രണ്ടിൻ്റെയും സൈൻ നോക്കൂ, വ്യത്യസ്തമല്ലേ. അപ്പോൾ 3യുടേത് പ്ലസ് ആണ്, 5യുടേത് നെഗറ്റീവാണ്, മൈനസ് ആണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം എന്താണ്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 5ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. 5ഉം 3 മൈനസ് എത്രയാണ്? 2. ഇതിൻ്റെ വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് എന്താണ്? മൈനസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? -2 ആണ്. അപ്പോൾ വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട റൂൾ എന്താണ്? വ്യത്യസ്ത ചിഹ്നം വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഇവിടെ നോക്കാം. -5 + 3 = എത്രയാ? അത് നേരത്തെ നമ്മൾ ചെയ്തത് തന്നെയാണ്. -2, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. ഇനി -3 + 5 = വലുത് ഏതാ ഇവിടെ? 5. 5ൽ നിന്ന് 3 കുറയ്ക്കുക 2. വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. +2 എന്നങ്ങനെ എഴുതിയാൽ മതി. ദെൻ 3 - 5 ആണെങ്കിലോ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 5ൽ നിന്ന് 3 കുറയ്ക്കുക 2. വലുതിൻ്റെ ചിഹ്നം, വലുതെന്ന് ഉദ്ദേശിക്കുന്ന ആരാ? എവിടെ? 5 ആണ്. 5ൻ്റെ ചിഹ്നം എന്താ? സൈൻ ഏതാണ്? നെഗറ്റീവാണ്. ദെൻ 5 - 3 ആണെങ്കിലോ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 5ൽ നിന്ന് 3 കുറയ്ക്കുക. വലുതിൻ്റെ ചിഹ്നം ഇവിടെ 5ൻ്റെ ചിഹ്നം എന്താണ്? 5 പോസിറ്റീവാണ്. അപ്പോൾ ഇങ്ങനെയാണ് വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 10 - 5 എത്രയാ? 5. -10 + 5 എത്രയാ? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 10ൽ നിന്ന് 5 കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം 10ൻ്റെ ചിഹ്നം. 5 - 10 എന്താണ്? -5 ആണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം 10ൻ്റെ ചിഹ്നം. -5 + 10 വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 10ൽ നിന്ന് 5 കുറയ്ക്കുക 5. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ഇവിടെ എത്രയാ? പോസിറ്റീവ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു രീതി നോക്കാം. അതായത് രണ്ടും ഒരേ ചിഹ്നങ്ങൾ വന്നാൽ, ഒരേ സൈനുകൾ വരികയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ -10 -10 -5 ഇങ്ങനെ വന്നാലോ? രണ്ടും ഒരേ ചിഹ്നങ്ങളല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട റൂൾ എന്താണ്? ഒരേ ചിഹ്നങ്ങൾ വന്നാൽ എന്താ ചെയ്യേണ്ടത്? കൂട്ടിയിട്ട്, അതായത് ആഡ് ചെയ്തിട്ട് അതേ ചിഹ്നം തന്നെ നമ്മൾ അതേ സൈൻ തന്നെ ചേർക്കുക. ഇപ്പോൾ 10 + 5 എത്രയാ? 15. മൈനസ് കൊടുക്കുക അല്ലേ. നമുക്കറിയാം 10 + 5ലും എന്താ? രണ്ടും ഒരേ സൈൻ അല്ലേ. പ്ലസ് രണ്ടും പോസിറ്റീവ് അല്ലേ. അപ്പോഴും എന്താണ്? കൂട്ടുക, ആഡ് ചെയ്യുക, അതേ ചിഹ്നം, അതായത് പോസിറ്റീവ്. അപ്പോൾ രണ്ട് നെഗറ്റീവ് വന്നാലും കൂട്ടി നെഗറ്റീവ് കൊടുക്കുക, രണ്ട് പോസിറ്റീവ് വന്നാലും എന്ത് ചെയ്യുക? കൂട്ടി ആഡ് ചെയ്തതിന് ശേഷം പോസിറ്റീവ് കൊടുക്കുക. ഇതൊരു റൂളായിട്ട് എങ്ങനെയാണ് പറയുന്നത്? ഒരേ ചിഹ്നം വന്നാൽ, സൈൻ വന്നാൽ കൂട്ടി ആഡ് ചെയ്ത് അതേ ചിഹ്നം ചേർക്കുക. മോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. -4 - 3 എന്താ? ആൻസർ എന്താ? -7. -6 - 4 ആൻസർ എന്താ? -10. ഇനി നമുക്ക് മറ്റു രണ്ട് ടൈപ്പ് കൂടി നോക്കാം. ഇങ്ങനെ -4 + -3 ഇങ്ങനെയാണ് വരുന്നതെങ്കിലോ ഇവിടെ പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ ഇവിടുത്തെ ഓവറോൾ സൈൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? മൈനസ് തന്നെയായിരിക്കും. പ്ലസും മൈനസും കൂടി ഒരുമിച്ച് വന്നാൽ അവിടെ ഈ പ്ലസ് ഇടേണ്ട ആവശ്യമില്ല. എന്ത് തന്നെയാണ്? മൈനസ് ആണ്. അപ്പോൾ ആൻസർ എന്താണ്? -7. ഒന്നും കൂടി നോക്കാം. -6 + -4 ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ്? -6. ഇപ്പോൾ ഇതിൻ്റെ ചിഹ്നം, ഇതിൻ്റെ ഈ പ്ലസും മൈനസും കൂടി ചേർന്ന് എന്താവും? മൈനസ് ആവും അല്ലേ. അപ്പോൾ -10 ആവും. ഓക്കെ, ദെൻ അടുത്തൊരു ടൈപ്പ് ആണെങ്കിലോ 5 - -4 രണ്ട് മൈനസ് ചേർന്ന് വരികയാണെങ്കിലോ, രണ്ട് മൈനസ് ചേർന്നാൽ എന്താവും? മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ആണ്. അപ്പോൾ രണ്ട് മൈനസ് ചേർന്നാൽ എന്താവും? പ്ലസ് ആവും. അപ്പോൾ 5 + 4 എത്ര? 9 ആവും. ഇനി അടുത്തൊരെണ്ണം നോക്കാം. -3 -
-4. അപ്പോൾ ഈ -3ക്ക് യാതൊരു മാറ്റമില്ല, അതുപോലെ തന്നെ ഉണ്ടാകും. രണ്ട് മൈനസ് ചേർത്ത് വന്നാൽ എന്താവും? പ്ലസ് ആവും അല്ലേ? അപ്പോൾ ദെൻ -3 + 4, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, അപ്പോൾ 1. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത് നമ്മൾ നോക്കുന്നത് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുന്നതാണ് ആദ്യം നോക്കുന്നത്. -4 × 3 അല്ലേ? സാധാരണ നമുക്ക് 4 × 3 എത്രയെന്നറിയാം, 12 അല്ലേ? ഇവിടെ ഒരു മൈനസും കൂടെ വന്നാൽ ആൻസറിൽ എന്തുണ്ടാവും? മൈനസ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും അല്ലേ? 3 × -5, ആൻസർ എന്താണ്? -15. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ മൈനസ് ഉണ്ടെങ്കിൽ ആൻസറിൽ എന്തുണ്ടായിരിക്കും? മൈനസ് ഉണ്ടായിരിക്കും. ഇനി ഒരേപോലെ, അതായത് രണ്ടിലും നെഗറ്റീവ് ആണെങ്കിലോ, -4 × ഒരു -9 ആണെങ്കിൽ രണ്ടും നെഗറ്റീവാണ് അല്ലേ? നെഗറ്റീവ് × നെഗറ്റീവ് എന്താണ്? പോസിറ്റീവാണ് അല്ലേ? 36 എന്ന് പറയും, +36. ഇതേ റൂൾ തന്നെയാണ് ഡിവിഷനും. ഇപ്പം നമുക്ക് നോക്കാം, -16 / 4. അപ്പോൾ -16 / 4, ഏതെങ്കിലും ഒരു നമ്പറിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആൻസറിൽ എന്തുണ്ടായിരിക്കും? നെഗറ്റീവ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 8 / -4, ആൻസറിൽ എന്തുണ്ടാവും? മൈനസ് ഉണ്ടാവും. ഏതെങ്കിലും ഒരെണ്ണത്തിൽ നെഗറ്റീവ് ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഇനി രണ്ടും നെഗറ്റീവ് ആണെങ്കിലോ, -10 / -2, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും എവിടെയെങ്കിലും ഒരു നമ്പറിൽ നമുക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആൻസറിൽ എന്തുണ്ടായിരിക്കും? നെഗറ്റീവ് ഉണ്ടായിരിക്കും. ഇപ്പോൾ രണ്ടും നെഗറ്റീവ് ആണെങ്കിലോ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് × നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് / നെഗറ്റീവ് എന്ത് തന്നെയാണ്? പോസിറ്റീവാണ്.